കൈരളി ന്യൂസ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൊണ്ടുവന്നിരുന്നു. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് ആയിരുന്നു അത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപ് പരാതികൾ ലഭിച്ചില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ വാദം കളവാണ്, പൊളിയുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലെത്തി യുവതി പരാതി നൽകിയെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃനിലയിൽ പ്രവർത്തിച്ച A.K. ഷാനിബ് വെളിപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ലൈംഗിക പീഡന പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തിട്ടില്ല എന്നാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വെളിപ്പെടുത്തൽ. കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായിരുന്നു ഇത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ മറ്റൊരു പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് വെച്ച് ഞാൻ പറയാം. 2022 ഫെബ്രുവരി 9 ഞാൻ ഇത് കൈരളിയിലൂടെ ഇപ്പോ ആദ്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാണ്. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയിട്ട് കണ്ടോൺമെന്റ് ഹൗസിൽ പോയി കണ്ടോൺമെന്റ് ഹൗസിൽ പോയിട്ട് പ്രതിപക്ഷ നേതാവിന് നേരിട്ട് പരാതി കൊടുത്തതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കോൺഗ്രസുകാരിയായിട്ടുള്ള ഒരു യുവതി പരാതി കൊടുത്തതിന് കൂടുതൽ എനിക്ക് നേരിട്ടറിയാവുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഇന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. ഇയാളുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഈ പറയുന്ന പാലക്കാട് മുൻ MLA-യുമായും ഇപ്പോഴത്തെ വടകര MP ആയിട്ടുള്ള ആളുമായിട്ടും അതുപോലെ ഇപ്പോഴത്തെ പാലക്കാട് MLA-യുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾക്ക് ഇതുവരെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ പെൺകുട്ടി അന്ന് പരാതി കൊടുക്കും, ആ യുവതി പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ഭർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് ആ സാഹചര്യത്തിൽ പോലും മറ്റൊരാൾ ആശുപത്രിയിൽ നിൽക്കാനില്ലെങ്കിൽ പോലും നേരിട്ട് പരാതി തന്നാൽ നടപടി എടുക്കാമെന്ന ഉറപ്പിന്മേൽ ആ യുവതി യാത്ര ചെയ്ത് തിരുവനന്തപുരത്തെത്തി പ്രതിപക്ഷ നേതാവിനെ കണ്ട് പരാതി കൊടുത്ത് ഉടനടി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. ഒരു പരാതിയും തനിക്ക് ആരും ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോൾ പറയുന്നതൊക്കെ വളരെ കാര്യമായി ഏറ്റെടുക്കുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ 2022 തന്നെ നേരിട്ടെത്തി പ്രതിപക്ഷ നേതാവിന് ഒരു കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ഒരു വനിത പരാതി കൊടുത്തിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഷാനിബ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ നൃപൻ കൂടി ചേരുകയാണ്. നൃപൻ, ഇതിലേറ്റവും അധികം പ്രതിക്കൂട്ടിലാകുന്ന മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണോ? കാരണം ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയമായ രക്ഷാകർതൃത്വം അത് പ്രതിപക്ഷ നേതാവിനാണ്. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ V.T. ബൽറാം അല്ലെങ്കിൽ P.C. വിഷ്ണുനാഥ്, A.P. അനിൽകുമാർ എന്നൊക്കെ പറയുന്ന ഇവരുടെ ഒരു സംഘമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നേതൃപരമായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ UDF-നകത്തെ വളരെ പ്രബലമായ ഒരു കേന്ദ്രം. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ സംരക്ഷണത്തിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. അത് നിയന്ത്രിക്കുന്നില്ല, അത് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല, രാഷ്ട്രീയമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം ഈ സംഭവങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരികയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ യൂത്ത് കോൺഗ്രസ് പദവി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിലൂടെ അത് കുറേ കൂടി തെളിയുകയാണോ? ഇവരുടെയൊക്കെ ഒരു ഇടപെടലും സംരക്ഷണവും എല്ലാം. ശരത്ത്, ഈ കാര്യത്തിൽ കോൺഗ്രസ് പൂർണ്ണമായി പ്രതിരോധത്തിലാണ്. അത് കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. അന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായി ഇങ്ങനെ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ വി.ഡി. സതീശന് നേരിട്ട ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ നമ്മൾ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രതിരോധത്തിലായി കണ്ട ആ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ AI ഗ്രൂപ്പുകളുടെ സമവാക്യത്തിന് ശേഷം K. സുധാകരനും വി.ഡി. സതീശനും വരുന്നു. അതിനുശേഷം പ്രത്യേകമായി സംഘടനയുടെ പോഷക സംഘടന മുഴുവൻ വി.ഡി. സതീശനും ഗ്രൂപ്പിന് അതീതമായി പിടിച്ചെടുക്കുന്നു. മഹിളാ കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച A ഗ്രൂപ്പിൻ്റെ 2 നേതാക്കളെ തഴഞ്ഞ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരരംഗത്തിൽ വരുന്നത്. ഷാഫിയുമായി അന്ന് വി.ഡി. സതീശൻ ടൈപ്പ് ആകുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പദവിയിലെത്തുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നത്. പാലക്കാട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായെന്ന് കോൺഗ്രസ് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? അത് K. മുരളീധരൻ തന്നെ പറഞ്ഞതാണ്. അത് വി.ഡി. സതീശൻ്റെ സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് വി.ഡി. സതീശൻ്റെ അടുത്ത അനുയായികൾ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ചതാണ്. അത് പെട്ടെന്ന് ഈ പറയുന്ന AICCയുടെ ഒരു പ്രധാന നേതാവിന് മത്സരിക്കുന്നതിന് വേണ്ടി സാമുദായിക ഇക്വേഷന് വേണ്ടി പെട്ടെന്ന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഷാഫി തന്നെ മുന്നോട്ട് വയ്ക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണ വി.ഡി. സതീശൻ നൽകുന്നു. പലതരത്തിലുള്ള എതിർപ്പ് പാലക്കാട് DCC, അവിടുത്തെ ശ്രീകണ്ഠനടക്കമുള്ള MP മാരും 3
DCC അധ്യക്ഷന്മാരും KPCC ജനറൽ സെക്രട്ടറിമാരും ഒപ്പിട്ട് ലെറ്റർ പേഡിൽ കൊടുത്ത കത്താണ് അന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിലേക്ക് കെട്ടിയിറക്കരുത്, K മുരളീധരൻ സ്ഥാനാർത്ഥിയാക്കണം. അങ്ങനെ അതിർത്തി ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, K മുരളീധരൻ, മുതിർന്ന നേതാക്കൾ, VS സുധീരൻ അടക്കമുള്ള എല്ലാവരും എതിർത്തു. എ ഗ്രൂപ്പ് പൂർണ്ണമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി. തുടർന്ന് ഇവർ തമ്മിലുള്ള റീൽസിന്റെ രാഷ്ട്രീയം ശരത്തിന് അറിയാവുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പലതരത്തിൽ ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, രണ്ടുപേരും രണ്ട് വശത്തിരുന്ന് VD സതീശന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നു, അത് റീൽസായി പ്രചരിപ്പിക്കുന്നു. പൊതുചടങ്ങുകളിൽ മൂന്നുപേരും ഒന്നിച്ച് നടന്നു വരുന്നു, ഒന്നിച്ച് ചായ കുടിക്കുന്നു. അങ്ങനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സംരക്ഷണവും കഴിഞ്ഞ ദിവസം ആ യുവതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 3.5 വർഷത്തിന് മുമ്പ് തന്നെ പരാതി രക്ഷകർത്താവിൻ്റെ സ്ഥാനത്തുള്ള VD സതീശനെ അറിയിച്ചിരുന്നു. അന്ന് കേവലം സന്ദേശം മാത്രമാണ് എന്നതാണ് അദ്ദേഹം ഒന്ന് ചുരുക്കി വാർത്താ സമ്മേളനത്തിൽ 2 ഭാഗമായി തിരിച്ചാണ് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇപ്പോൾ AK ഷാനിഫ് പറഞ്ഞത് മാത്രമല്ല, അത് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് ശരത്ത്. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്, പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ ചിന്തന ശിബിരം നടന്നപ്പോൾ ഒരു ദളിത് പെൺകുട്ടി തന്നെ ശാരീരികമായി ആക്രമിച്ചു എന്ന തരത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അത് VD സതീശന് ഒപ്പം അന്നത്തെ KPCC അധ്യക്ഷൻ K സുധാകരന് നൽകിയ രേഖാമൂലമായ പരാതിയാണ് അന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അന്ന് KPCC ആസ്ഥാനത്ത് ഇവർ വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയെ സെറ്റിൽ ചെയ്ത് പറഞ്ഞയച്ചു, അയാൾക്കെതിരെ നടപടിയെടുക്കുന്നു ഉറപ്പ് നൽകിയാണ് പറഞ്ഞയച്ചത്. ഇപ്പോഴും VD സതീശനൊപ്പം ആ നേതാവുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഈ സംബന്ധിച്ച് VD സതീശൻ്റെ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ എത്രമാത്രം ജെന്യൂനാണ് എന്നതിൻ്റെ തെളിവ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് അനർഹമായ പദവിയിൽ പലതരത്തിൽ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായി പ്രതിരോധത്തിലായിട്ടുള്ളത് VD സതീശനാണ്. നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി ഒക്കെ തന്നെ ആശയവിനിമയം നടത്തി. പലരും, ഒരു നേതാവ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വാർത്താ സമ്മേളനം ഈ വിഷയം കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടൽ നടത്തിയ വാർത്താ സമ്മേളനം കണ്ട് താൻ ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ ഇയാൾക്ക് ഇത് കഴിയുന്നു എന്നതാണ്, എങ്ങനെ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ വന്ന ഒരാൾ കഴിയും. അദ്ദേഹം കരുതിയിരുന്നത് തനിക്ക് ഇങ്ങനെ സംബന്ധിച്ച് തനിക്കെതിരെ ചില ആരോപണങ്ങൾ വരുന്നു, അതുകൊണ്ട് അതിൻ്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നത് വരെ തൻ്റെ പദവിയിൽ നിന്ന് ഒഴിയും എന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറയുമെന്നാണ് ആ നേതാവ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഇത്രയും മാധ്യമങ്ങൾ ഇങ്ങനെ പൂർണ്ണമായി തെളിവുകൾ പുറത്തുവിട്ടിട്ട് പോലും സംഘടനയെ പ്രതിരോധത്തിലാക്കി നിൽക്കുന്ന ഒരു നേതാവ് പൂർണ്ണമായി അതിനെ ന്യായീകരിക്കുന്ന കാഴ്ച, അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടിയെന്നാണ് അല്പം മുമ്പ് പത്മജ വേണുഗോപാൽ ചോദിച്ചത്. ആ നേതാവും വ്യക്തിപരമായി ചോദിച്ചത് അതാണ്. കോൺഗ്രസിൻ്റെ വിഭാഗത്തിലെ നേതാക്കൾ പലരും പറയുന്നതാണ്. പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അസുഖബാധിതനായി അദ്ദേഹം കിടക്കുന്ന ഘട്ടത്തിൽ അവസാനം അദ്ദേഹം കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് എന്ന് പറയുന്നത് 2 നേതാക്കളുടെ പേരാണ്. ആ 2 നേതാക്കളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത്. ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ് ഒരു ചെറിയ പശ്ചാത്തലത്തിൽ പറ്റി. ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തീർച്ചയായും ഉമ്മൻചാണ്ടി അന്ന് അസുഖബാധിതനായി കിടക്കുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ 2 പേരുകൾ അദ്ദേഹം വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കുന്നു. അന്ന് പ്രധാനപ്പെട്ട എ ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള MM ഹസനും ഒപ്പം തന്നെ ബെന്നി ബെഹനാനും ആ കത്ത് മടക്കി പോക്കലിട്ടുകൊണ്ടാണ് അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി എ ഗ്രൂപ്പിന്റെ യോഗം വിളിക്കുന്നു. അവിടെ ഷാഫി പറമ്പിൽ പറയുന്നു, താൻ യൂത്ത് കോൺഗ്രസിന്റെ വിഭാഗത്തിന്റെ നേതാവായി മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാളാണ് മത്സരിക്കുന്നതെങ്കിൽ പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു. മറിച്ച് എ ഗ്രൂപ്പ് മറ്റാരെങ്കിലും പേര് നിർദ്ദേശിച്ചാൽ തനിക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു. ഇതേ നിർദ്ദേശം തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഷാഫി പറമ്പിൽ പറഞ്ഞത്. തനിക്ക് ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. അദ്ദേഹത്തെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെങ്കിൽ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടി അങ്ങ് ഷാഫി അങ്ങ് ഏറ്റെടുത്താൽ മതി, പ്രശ്നം തീരും. തീർച്ചയായും അന്ന് ഈ വാർത്തകളെല്ലാം നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതാണ് ശരത്ത്. അന്ന് ഈ പറഞ്ഞ ആ സമ്മർദ്ദത്തിന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് വഴങ്ങി പൂർണ്ണമായി അതിനൊപ്പം VD സതീശൻ നിലകൊണ്ടു. എന്തുകൊണ്ട് VD സതീശൻ ഇത്തരത്തിൽ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കുകയും 3-3.5 വർഷക്കാലത്തിന് മുമ്പ് ഈ പരാതി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇപ്പോൾ AK ഷാനിഫ് പറയുന്നത് പോലെ രേഖാമൂലം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ കൊണ്ട് പരാതി നൽകി ആ പരാതിയിൽ നടപടി എന്തുണ്ടായെന്ന് ചോദിക്കുമ്പോഴും അതിൽ ഉത്തരം പറയാനുള്ള പൂർണ്ണമായി പ്രതിരോധത്തിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണെങ്കിൽ പോലും VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, അതുപോലെ തന്നെ ഇപ്പോൾ വന്ന പുനഃസംഘടനയുടെ ഭാഗമായി വന്നിട്ടുള്ള PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, അതുപോലെ തന്നെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഇതാണോ ഈ പറയുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നേതൃ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അതിൽ തന്നെ ഇതിലൊരു കോർ കമ്മിറ്റി എന്ന നിലയിൽ VD സതീശൻ കൊണ്ടു നടക്കുന്നത് ഏതാണ്? അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും എന്ന നിലയ്ക്കാണോ, അതോ ഒപ്പം മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടോ?
തീർച്ചയായും അത് പൂർണ്ണമായി അതിൻ്റെ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് പോഷക സംഘടനകളടക്കം പരിശോധിക്കുകയാണെങ്കിൽ പൂർണ്ണമായി അത് VD സതീശൻ്റെ കൈവശമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VD സതീശൻ. പുതിയ സമവാക്യം അനുസരിച്ച് അതിനകത്ത് വിഷ്ണുനാഥും AP അനിൽകുമാറും സണ്ണി ജോസഫും വന്നിട്ടുണ്ട്. പക്ഷേ അവർ പൂർണ്ണമായി ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കോർ ഗ്രൂപ്പല്ല. ഔദ്യോഗിക പദവി എന്ന നിലയിൽ സ്വാഭാവികമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും. പല അഭിപ്രായങ്ങളിലും വിഷ്ണുനാഥിന് എതിരഭിപ്രായമുണ്ട്, AP അനിൽകുമാറിനും എതിരഭിപ്രായമുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സെൻസിറ്റീവായി വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളൊന്നുമല്ല. ഈ പറയുന്ന ഫീഡ് ചെയ്യുന്നതനുസരിച്ച് പല കാര്യങ്ങളിലും അദ്ദേഹം ചെന്ന് പെടുന്നുണ്ട്. മുൻപും KPCC അധ്യക്ഷൻ K സുധാകരനെ ഇങ്ങനെ പൂർണ്ണമായി വരുതിയിൽ നിർത്തുന്ന ഒരു സർക്കിളിലേക്ക് കൊണ്ടുപോയി എന്ന ആരോപണം കേട്ടിരുന്നു. ആ സർക്കിളിലേക്ക് വീണ്ടും KPCC അധ്യക്ഷനായ പുതിയ സണ്ണി ജോസഫും വന്ന് എത്തിപ്പെടുകയാണെന്നുള്ള സംശയം തുടർച്ചയായി നടത്തുന്ന അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ നിന്നും അങ്ങനെ ഒരു വിമർശനം കൂടി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. കാരണം ഈ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന നിലയിൽ പൂർണ്ണമായി ഈ ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടൻ പറഞ്ഞതുപോലത്തെ ഒരു പൂർണ്ണമായ ന്യായീകരണത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണം എന്തുകൊണ്ട് സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്ന് അല്പം മുമ്പുണ്ടായി. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതല്ല പറഞ്ഞത്, അത് ശരത്ത് കേട്ടുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അത് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. A ഗ്രൂപ്പിന്റെ നേതാവാണ്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ A ഗ്രൂപ്പിന്റെ പൂർണ്ണമായ നേതാവല്ല എങ്കിലും A ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. KC ജോസഫ്, ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ, M M ഹസൻ അടക്കമുള്ള ചിതറിത്തെറിച്ച ഗ്രൂപ്പാണെങ്കിലും അവർക്കും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു തരത്തിലും യോജിപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവും ഇവർക്കൊപ്പം നിൽക്കുന്ന പുതിയ രാഷ്ട്രീയവും റീൽസിന്റെ രാഷ്ട്രീയവും കേരളത്തിലെ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്ന് മുൻ KPCC അധ്യക്ഷന്മാർ തന്നെ തുടരെ പറഞ്ഞതാണ്. പാലക്കാട് നിർഭൻ ഇപ്പോൾ പറഞ്ഞ തിരുവഞ്ചൂരിന്റെ കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. തിരുവഞ്ചൂർ പറഞ്ഞതൊന്ന് കേൾക്കാം. അതേതാണെന്നുള്ളത് എൻ്റെ മുമ്പിലോട്ട് എത്തിയിട്ടില്ല. അതൊരു അച്ചടക്ക സമിതിയുടെ കയ്യിലോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ പരിശോധനയ്ക്കോ എത്താത്തിടത്തോളം കാലം ഞാൻ ഒരു പ്രിമച്വറായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പൊതു നിഗമനമുണ്ട്. അത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം തന്നെ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവർ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളുടെ പൊതു പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ അത് ഏത് പാർട്ടിയിലാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നല്ല മുഖത്തോടു കൂടി ജനങ്ങൾക്ക് മാതൃകയാക്കത്തക്ക വിധത്തിൽ പെരുമാറണം എന്ന് തന്നെയാണ് എൻ്റെ പരമായ